നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ സഅദ് അൽ ജാബ്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെതിരായ കോടതി നടപടികൾ ഒഴിവാക്കണമെന്ന റിയാദിന്റെ അഭ്യർത്ഥന ട്രംപ് ഭരണകൂടത്തിന്റെ പരിഗണനയിലാണ് എന്ന് ഉന്നതതല വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഗൽ ഓഫീസ് ഈ അഭ്യർത്ഥന പരിഗണനയിലാണ് എന്നും അതിന്റെ കണ്ടെത്തലുകൾ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കിൾ പോംപിയോയ്ക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം നീതിന്യായ വകുപ്പിന് ശുപാർശ നൽകുമെന്നും പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. മുഹമ്മദ് രാജകുമാരനെതിരെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വാഷിംഗ്ടണിലെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. സൗദിയുടെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ജോ ബൈഡൻ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിന് മുൻപ്, അതായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമൊഴിയുന്ന ജനുവരി 20 മുൻപായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് സൗദിയുടെ ആവശ്യം. 2018 വിമത സൗദി മാധ്യമ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിലും സൗദി കിരീടാവകാശിയെ പ്രതിയാക്കിയ മറ്റൊരു കേസും യുഎസിൽ നിലനിൽക്കുന്നുണ്ട്. സൽമാൻ രാജകുമാരൻ അയച്ച കൊലയാളി സംഘം കാനഡയിൽ വെച്ച് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ സഅദ് അൽ ജാബ്രി പരാതി നൽകിയത്. ഈ കേസിൽ യുഎസ് കോടതി നേരത്തെ സൽമാൻ രാജകുമാരന് സമൻസ് അയച്ചിരുന്നു. പോലീസിന്റെയും സ്വകാര്യ സുരക്ഷാ ജീവനക്കാരുടെയും സംരക്ഷണയിൽ കാനഡയിൽ കഴിയുന്ന അൽ ജാബ്രിക്കെതിരെ തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗ്ജിയെയാണ് വധിച്ച മാതൃകയിൽ വധശ്രമം ഉണ്ടായത്. ഒപ്പം അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന അൽ ജാബ്രിക്ക് രാജകുമാരന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ആഴത്തിലുള്ള അറിവാണ് ഉള്ളത്. അതാണ് വധശ്രമത്തിന് കാരണമെന്നും പറയുന്നു. തന്റെ മക്കളെ തടവിലാക്കാൻ രാജകുമാരൻ ഉത്തരവിട്ടതായും അൽ ജാബ്രിയുടെ പരാതിയിൽ പറയുന്നു. മാർച്ച് പകുതി മുതൽ റിയാദിലെ വീട്ടിൽ നിന്ന് മക്കളെ കാണാതായിരുന്നു. ജാബ്രിയുടെ മറ്റ് ബന്ധുക്കളും അറസ്റ്റിലാണ്. ഇവർ തടവിൽ കൊടിയ പീഡനമാണ് അനുഭവിക്കുന്നത്. തന്നെ സൗദിയിലേക്ക് വരുത്തിച്ച് കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് പരാതിയിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്.